മൃതദേഹം പുറത്തെടുത്തു കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടം മിക്കവാറും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരിക്കും നടക്കുക. എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്, ഷബീദ് റാവുത്തർ? ഇപ്പോൾ ആ കണ്ടെത്തിയ മൃതദേഹത്തെക്കുറിച്ച് അതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനകത്ത് ഒരു വ്യക്തത ഇപ്പോൾ അക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എസ്കെൻ ആ കോൺക്രീറ്റിൻ്റെ മൂടി മാറ്റുന്നു, മൃതദേഹം കണ്ടെത്തുന്നു. കഴുത്തുവരെയാണ് ഭസ്മമുണ്ടായിരുന്നത്, മറ്റ് പൂജാദ്രവ്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ റിമൂവ് ചെയ്തിപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയാണ്. ഗോപൻ സ്വാമിയുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടി ഒരു പോലീസ് സുഹൃത്ത് നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങൾ ഇങ്ങനെയാണ്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് പരിശോധിക്കുകയാണ്. മൃതദേഹത്തിന് കാര്യമായ എന്നുള്ളതാണ് പോലീസ് പറയുന്ന കാര്യം. അത് നേരത്തെ തന്നെ പോലീസ് പ്രിഡിക്റ്റ് ചെയ്തിരുന്നു സ്കാൻ. കാരണം ഈ ഭസ്മം ഈ രീതിയിൽ വിതറിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആ എലമെന്റ് വർക്ക് ചെയ്ത് കാര്യമായ പഴക്കം അതിനില്ല എന്ന് പറയുന്നുണ്ട്. ഏതായാലും അതിപ്പോൾ പുറത്തെടുത്ത് കിടത്തി പരിശോധന നടത്തുകയാണ്. അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടപടികൾ, അത് ആന്തരിക അവയവങ്ങളുടെ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തും. നിലവിൽ നമുക്ക് ലഭിക്കുന്ന ക്യാരക്ടറാണ് കഴുത്തുവര ഭസ്മം, മറ്റ് പൂജാദ്രവ്യങ്ങൾ അതൊക്കെ ഇങ്ങനെ അടുക്കി വെച്ച് ഗോപൻ സ്വാമിയെ ഇരുത്തിയ നിലയിലായിരുന്നു മൃതദേഹം പോലീസ് ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയത്. ഇപ്പോൾ അത് പുറത്തെടുത്തിട്ടുണ്ട്, പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇനി അറിയേണ്ടത് ഏതെങ്കിലും തരത്തിൽ മുറിവുകളോ പാടുകളോ ഒക്കെ ശരീരത്തിൽ ഉണ്ടോ എന്നുള്ളതാണ്. പക്ഷേ പ്രാഥമിക പരിശോധന ഏതാണ്ട് പകുതിയോളം ആകുമ്പോൾ അങ്ങനെയുള്ള പാടുകളൊന്നുമില്ല എന്നുള്ളൊരു കണ്ടെത്തൽ വരുന്നുണ്ട്. പക്ഷേ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം നിർണായകമാണ്. ഗോപൻ സ്വാമിയുടെ കോസ് ഓഫ് ഡെത്ത്, എങ്ങനെ അദ്ദേഹം മരിച്ചു എന്നുള്ളത് നിർണായകമാണ്. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തുന്ന ഫൈൻഡിങ്സിന് ഒരു പക്ഷേ ആ കുടുംബത്തെ ഒരു വലിയ ക്രൈമിലേക്ക് അല്ലെങ്കിൽ വലിയ ഒരു കേസിലേക്ക് പെടുത്താനുള്ള ശേഷിയുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ സമാധിയിൽ ഇരുത്തിയതിനു ശേഷം ശ്വാസം മുട്ടിയോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ആന്തരികാവയവങ്ങൾ പ്രവർത്തിക്കാതെയൊക്കെയാണ് മരിക്കുന്നതെങ്കിൽ വീണ്ടും ഈ അന്വേഷണത്തിന് കൂടുതൽ ദുരൂഹതയ്ക്ക് വഴിവെക്കും. മാത്രമല്ല അതിനുശേഷം കുടുംബത്തെ അടക്കം കസ്റ്റഡിയിൽ എടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകും. അതൊക്കെ ദീർഘഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതല്ല, വീട്ടിൽ വെച്ച് ഇവർ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ, കുടുംബം പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ എസ്കെൻ കുടുംബം പറഞ്ഞ, അതായത് മകൻ സനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ മൊഴി അത് കൃത്യമായി പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു. അതായത് രാവിലെ 11 മണിയോടുകൂടി സമാധി എന്ന രീതിയിൽ അച്ഛൻ നടന്ന് ആ ഭാഗത്തേക്ക് പോകുന്നു. എസ്കെൻ ഒരു കാര്യം കൂടി നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയും, സ്പോട്ട് ഓട്ടോപ്സി ഇല്ല എന്നുകൂടി ഒരു വിവരം. അതായത് ഈ സബ് കളക്ടർ അടക്കം, സബ് കളക്ടർ നെയ്യാറ്റിങ്കര ഡിവൈഎസ്പി, സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ ഒരു ചർച്ച നടത്തിയിരുന്നു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് സ്പോട്ട് ഓട്ടോപ്സി ഇല്ല, മെഡിക്കൽ കോളേജിലേക്ക് തന്നെ കൊണ്ടുപോകാനുള്ള തീരുമാനം അവരിപ്പോൾ എടുത്തു എന്നുള്ളതാണ്. സ്കെൻ നമ്മൾ ഇതിങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് സ്കെൻ എനിക്ക് അറിയില്ല. പക്ഷേ എങ്കിൽ കൂടി ഒരു കാര്യം നമ്മൾ സൂചിപ്പിക്കേണ്ടത്, ആ മൃതദേഹത്തിൻ്റെ അതിരിക്കുന്ന ഒരു പൊസിഷൻ നമ്മൾ പറഞ്ഞതാണ്, സമാധിയായി ആ രീതിയിലിരിക്കുന്ന മൃതദേഹമാണ്. അപ്പോൾ ഇതിനെ തിരികെ അടക്കമുള്ള കാര്യങ്ങളിൽ കുടുംബത്തിന്റെ കാര്യം കൂടി കേൾക്കണം. കാരണം ഏതെങ്കിലും തരത്തിലുള്ളൊരു ക്ലെയിം അടുത്ത തവണ ഹൈക്കോടതിയിൽ റിപ്പോർട്ടായി പോലീസ് സമർപ്പിക്കുമ്പോൾ കുടുംബം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരു സാധ്യത കൂടി ഉണ്ട്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ച് അതിൻ്റെ നിയമവശങ്ങൾ കൂടി പരിശോധിച്ച ശേഷം മാത്രമാണ് പോലീസ് ഓരോ തീരുമാനങ്ങളും ഈ വിഷയത്തിൽ ഇതുവരെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത് വീണ്ടും ബറി ചെയ്യണം, വീണ്ടും ഇത് അപ്പോൾ മറവ് ചെയ്യണം. അപ്പോൾ അത് ഏത് രീതിയിലാണ്, അവരുടെ ആചാരങ്ങൾ പാലിക്കണമോ അതടക്കമുള്ള കാര്യങ്ങൾ കുടുംബമാണ് പോലീസിനോട് അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തോട് പറയേണ്ടത്. അവരുടെ അഭിപ്രായം കൂടി ആ രീതിയിൽ കേൾക്കും. നിലവിൽ ഇപ്പോൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് ഇൻക്വസ്റ്റ് നടപടികൾ പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എസ്കെ, നമ്മൾ മുൻപ് ഈ ജോഗ്രഫി നമ്മൾ നിഗൂഢമായിരുന്നു. ഈ ജോഗ്രഫി വീട്ടിലേക്ക് കയറി നമ്മൾ ആദ്യമായിട്ട് എത്തുമ്പോഴൊക്കെ നമുക്ക് നിഗൂഢത അതൊക്കെ നമുക്ക് ഫീൽ ചെയ്തിരുന്നു. ആ വീട്ടിലിപ്പോൾ മകനുണ്ട്, അതായത് സനന്ദനുണ്ട്. ആ വീട്ടിൽ, ഗോപൻ സ്വാമിയുടെ വീട്ടിൽ മകൻ സനന്ദനുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അവരുടെ പ്രതികരണം അടക്കം നിർണായകമായി മാറും. കാരണം കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. പക്ഷേ ഇപ്പോൾ ശാന്തമാണ് കാര്യങ്ങൾ. ഏതാണ്ട് ആ നിയമ നടപടികളുമായി കുടുംബം പൊരുത്തപ്പെട്ടു പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇന്നലെ അർദ്ധരാത്രി സബ് കളക്ടർ ആ കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നു. മാത്രമല്ല ഇവരുടെ വക്കീൽ, ഹൈക്കോടതിയിൽ ഇവർക്ക് വേണ്ടി ഈ സുലോചനയ്ക്ക് വേണ്ടി ഹാജരായ വക്കീലിനോടക്കം പോലീസ് സംസാരിച്ചു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധങ്ങളോ അതല്ലെങ്കിൽ അനുകൂലിച്ചുള്ള നിലപാടോ ഒന്നുമില്ല. ആ രീതിയിൽ പോലീസ് കൃത്യമായി ആളുകളെ ഈ പരിസരത്തേക്ക് കൊണ്ടുവരാത്തത്ര രീതിയിൽ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടൊക്കെയായിരുന്നു പോലീസിൻ്റെ നീക്കം. ആ നീക്കത്തിൻ്റെ അവസാനം ഈ ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ, അതിൻ്റെ ആദ്യ പടി, ഒരു മിസ്സിംഗ് കേസിൽ നിന്ന് അതൊരു ഡെത്തിലേക്ക്, ഒരു മരണത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയാണ്. പ്രാഥമികമായ മൃതദേഹം കണ്ട വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം ഇരിക്കുന്ന രീതിയിൽ, സമാധിയിൽ ഇരുത്തിയേക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു മൃതദേഹം. കഴുത്തുവരെ ഭസ്മമുണ്ടായിരുന്നു, മറ്റു ചില സുഗന്ധവ്യഞ്ജനങ്ങളും പൂജാദ്രവ്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ആ ഭസ്മം കാര്യമായി എന്നുവെച്ചാൽ ഇതിനെ നിറഞ്ഞിരിക്കുകയായിരുന്നു കഴുത്തുവരെ എന്നുള്ളതാണ് അത് മൃതദേഹം കണ്ട പോലീസ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒക്കെ നമ്മളോട് പങ്കുവയ്ക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നമ്മുടെ ഈ ശ്വാസം മുട്ടിയുള്ള മരണം അടക്കമുള്ള സാധ്യതകൾ പോലീസ് വീണ്ടും പരിശോധിക്കും. മക്കളുടെ മൊഴി പ്രകാരം അവർക്ക് തിരിച്ച് വലിയ പ്രശ്നമായി മാറും. പക്ഷെ അതല്ല, ഗോപൻ സ്വാമി മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ സമാധിപീഠത്തിൽ കൊണ്ടിരുത്തിയതാണെങ്കിൽ അത് ഒരു നോർമൽ മരണം, അതിനുശേഷം
വിശ്വാസങ്ങളുടെ പേഴ്സണൽ വിശ്വാസങ്ങളുടെ വ്യക്തിപരമായ വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടുള്ളൊരു നീക്കം, അങ്ങനെ മറവ് ചെയ്യൽ, അതായി നിയമപരമായി പോലീസ് അതിനെ കാണും. ഏതായാലും അതിന് മറുപടി കിട്ടണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം കിട്ടണം. അത് കിട്ടിയാൽ മാത്രമേ എങ്ങനെ മരണം സംഭവിച്ചു, അദ്ദേഹം കടുത്ത BP ഉള്ള ആളാണെന്നും ഷുഗർ ഉണ്ടായിരുന്ന ആളാണെന്നും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സമാധിയാകുന്നതിന് 4 ദിവസം മുൻപോ 3 ദിവസം മുൻപോ അദ്ദേഹം പാറശാലയിലെ ആശുപത്രിയിൽ, സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി എന്നുള്ള വിവരം കൂടി ഇവിടുത്തെ ഒരു നാട്ടുകാരടക്കം അല്പസമയം മുൻപ് പറഞ്ഞിരുന്നു. ആ രീതിയിൽ കൂടിയുള്ള എലമെൻറ്റുകൾ ഈ കേസിലുണ്ട്. പക്ഷേ കഴിഞ്ഞ വ്യാഴാഴ്ച ആരംഭിച്ച ദുരൂഹത, അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോടെ പുറം ലോകം അറിഞ്ഞ ദുരൂഹത, ആ ദുരൂഹതയുടെ ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. സ്കെയിൻ ഏതാണ്ട് അതിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞു. സബ് കളക്ടറുണ്ട്, DSPമാരുണ്ട്. ഇനി മൃതദേഹം പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക്, പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തുന്ന ഫൈൻഡിങ്സിന് വലിയ വിലകളുണ്ട്, അല്ലെങ്കിൽ അതിന് വലിയ നിർണായകമായ വിവരങ്ങളായി അത് മാറുകയും ചെയ്യും. SKN നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ മൃതദേഹം വീട്ടുപരിസരത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യില്ല എന്നുള്ള വാർത്ത വരുന്നുണ്ട്. തിരുവനന്തപുരം ഉള്ളൂരിലെ മെഡിക്കൽ കോളേജിൽ തന്നെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടക്കുക. നേരത്തെ തന്നെ മൃതദേഹം അഴുകിയ നിലയിലാണെങ്കിൽ അവിടെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്താൻ ആലോചിച്ചിരുന്നു. എന്നാൽ പല നിയമപ്രശ്നങ്ങളും ഒക്കെ തന്നെ ആലോചിച്ചു. മാത്രമല്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെയുള്ള വലിയൊരു സ്ഥാപനം തിരുവനന്തപുരത്തുള്ളപ്പോൾ നെയ്യാറ്റിങ്കരയിൽ നിന്ന് മൃതദേഹം ആംബുലൻസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന റൂറൽ SP KS സുദർശനാണ് തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നെയ്യാറ്റിങ്കരയിൽ പോസ്റ്റ്മോർട്ടം എന്നുള്ള ചിന്ത ഇപ്പോൾ പോലീസിനില്ല. തിരുവനന്തപുരത്തേക്ക് ആംബുലൻസിൽ എത്തിക്കുക, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം. എന്തായാലും ഈ കല്ലറ പൊളിക്കുന്ന വിവാദങ്ങളൊന്നും ഇല്ലാതെ തന്നെ കല്ലറ പൊളിക്കാൻ കഴിഞ്ഞു. മൃതദേഹം പുറത്തെടുത്തു കഴിഞ്ഞു. മൃതദേഹം ഇരുത്തിയ നിലയിലാണ് കണ്ടത്. സമാധി എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴുത്തുവരെ യഥാർത്ഥത്തിൽ പല ലേപനങ്ങളും അതുമൊക്കെ പൂശിയ നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല ഭസ്മം കൊണ്ട് കഴുത്ത് വരെ നിറച്ചിരുന്നു എന്നും ഇതിന് ഈ നടപടികൾക്ക് സാക്ഷ്യം വഹിച്ച പൊതുപ്രവർത്തകരും പോലീസുമൊക്കെ നമ്മുടെ ആളുകളോട് വിശ്വാസയോഗ്യമായി പറഞ്ഞിട്ടുണ്ട് എന്ന് നെയ്യാറ്റിങ്കരയിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൃതദേഹത്തിന് കാര്യമായ പഴക്കമൊന്നും അനുഭവപ്പെടുന്നില്ല. ഈ സംഭവ സ്ഥലത്ത് നിന്ന് വീണ്ടും സജോ ദേവസ്യ തത്സമയം ചേരുകയാണ്. സജോ, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ്? മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടികൾ എപ്പോൾ തുടങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം? SKN, അതായത് സീൻ മഹസർ, ഇൻക്വസ്റ്റ്, ഇവ രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടും ഏതാണ്ട് ഒരു സാധാരണഗതിയിലുള്ള ഒരേ നടപടിക്രമത്തിന്റെ തന്നെ ഭാഗവുമാണ്. അതായത് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് മൃതദേഹത്തിന്റെ അരയ്ക്ക് താഴേക്കുള്ള ഭാഗത്ത് അല്പം ജീർണാവസ്ഥയിലാണ്. അതടക്കമുള്ള സാഹചര്യങ്ങളുണ്ട്. സാധാരണഗതിയിൽ ജീർണാവസ്ഥയിലായാലും അതല്ലാത്ത സാഹചര്യം ഉണ്ടെങ്കിലും സാഹചര്യങ്ങളുടെ പ്രത്യേകതയും സർജന്മാർ നിർദ്ദേശിക്കുന്നതും എവിടെ വെച്ചാണ് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ, പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകവുമാണ്, അതിലേക്ക് ഉൾപ്പെടെ കടക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രധാനമായും ഈ സീൻ മഹസർ വളരെ വിശദമായി തയ്യാറാക്കുക എന്നതാണ്. നേരത്തെ പോലീസിന്റെ ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരും ഉൾപ്പെടെയുള്ള ആളുകളെ സ്ഥലത്തേക്ക് എത്തിച്ചിരുന്നു. ചിത്രങ്ങളടക്കമുള്ള കാര്യങ്ങൾ, ദൃശ്യങ്ങൾ പൂർണ്ണമായി ചിത്രീകരിക്കുക എന്നത്, അതായത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട കുറേയധികം കാര്യങ്ങളുണ്ട്. സംശയങ്ങളും ദുരൂഹതകളും ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ പോലീസ് സ്വീകരിച്ചൊരു കാര്യം, പുറത്തേക്ക് മൃതദേഹം എടുത്തതിനു ശേഷം ചിത്രങ്ങൾ കൃത്യമായി പകർത്തണം. അതായത് ഏതെങ്കിലും നിലയ്ക്ക് ഈ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷന്റെ ഭാഗമല്ലാതെ തന്നെ സാധാരണ ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ തന്നെ മൃതദേഹത്തിന്റെ സ്വഭാവം പുറത്തോ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ എവിടെയോ ദൃശ്യമാകുന്ന, പഴക്കമുണ്ടെങ്കിൽ കൂടിയും ദൃശ്യമാകുന്ന ഏതെങ്കിലും മുറിവുകളോ മറ്റ് അസ്വാഭാവികത എന്തെങ്കിലും ഉണ്ടോ എന്നത് ചിത്രങ്ങൾ പകർത്തുകയും അത് പിന്നീട് ഇത് പോലീസ് റിപ്പോർട്ടിന്റെ ഭാഗമാക്കുകയും ചെയ്യാറുണ്ട്. അത്തരം നടപടികളാണ് ഇപ്പോൾ പ്രധാനമായും പുരോഗമിക്കുന്നത്. അതിനുശേഷമാണ് ഓട്ടോപ്സി, അതായത് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സർജൻ നിർദ്ദേശിക്കുന്നത് പ്രകാരം ചെയ്യും. സാധാരണഗതിയിൽ ഇക്കാര്യത്തിൽ ഇനിയിപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി, മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി തന്നെ പരിശോധിച്ചാൽ മതി എന്ന ഒരു വിലയിരുത്തലും തീരുമാനവുമാണ് ഇപ്പോഴുള്ളത്. അതിൽ എന്തെങ്കിലും വ്യത്യാസമോ മാറ്റമോ വരുത്തണമോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ അവർ കൂടിയാലോചനകളിലൂടെ തീരുമാനിക്കുകയും ചെയ്യും. 2-3 സാധ്യതകളാണുള്ളത്. ഒന്ന്, മരണം എങ്ങനെ സംഭവിച്ചു എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നേരത്തെ തന്നെ സ്വാഭാവിക മരണം സംഭവിച്ചതാണോ, അതല്ല അവിടെ തന്നെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ശ്വാസം മുട്ടി അല്ലാതെ മറ്റേതെങ്കിലും നിലയ്ക്ക് നമുക്കറിയാം പലവിധ സംശയങ്ങൾ ഉണ്ടാകും. അത് പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ റിപ്പോർട്ടിൽ നിന്നാണ് വ്യക്തമാവുക. എന്താണ് മരണകാരണം, മരണത്തിലേക്ക് നയിച്ചത് എന്താണ്, അത് മറ്റു പല കാരണങ്ങളുമാകാം. പുറത്തു വെച്ചാണോ മരണം സംഭവിച്ചത്, അത് സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്നുണ്ട്. മറ്റൊന്ന്, ഈ
സമാധി ഇരുത്തി എന്ന് പറയുന്ന പീഠത്തിലേക്ക് ഇരുത്തിയതിനു ശേഷം സ്ലാബിട്ട് മൂടിയതിനു ശേഷം ശ്വാസം മുട്ടിയാണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ മരിച്ചത്? അങ്ങനെ വരുമ്പോൾ ആ കേസിന്റെ സ്വഭാവം തന്നെ മാറും. നമ്മൾ ഇതിനകം തന്നെ ആവർത്തിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു. ഈ പരിശോധനകളാണ്. ഇത് കോടതിയുടെ തന്നെ നേരിട്ടുള്ള നിരീക്ഷണവും മേൽനോട്ടവും ഇക്കാര്യത്തിലുണ്ട്. കാരണം കോടതി തന്നെ ഇതിൽ തൽസ്ഥിതി റിപ്പോർട്ട് ഇനി അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ നൽകണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ ഏതെങ്കിലും നിലയ്ക്ക് സംശയത്തിന് ഇട നൽകാത്ത വിധം ദുരൂഹതകളില്ല. ഒരു കാര്യം വ്യക്തമാണ്, ഗോപൻ സ്വാമിയുടെ തന്നെ മൃതദേഹമാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് ശാസ്ത്രീയമായി ഏതെങ്കിലും തരത്തിൽ DNA പരിശോധന ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് പോയാൽ മതി. അത് അങ്ങനെയാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് ഇനിയിപ്പോൾ ഏതെങ്കിലും നിലയ്ക്ക് നിയമപ്രശ്നം ഉണ്ടെങ്കിൽ ശാസ്ത്രീയ പരിശോധന കൂടി DNA അടക്കമുള്ള സാമ്പിൾ ശേഖരിച്ച് പരിശോധന നടത്താവുന്നതാണ്. മറ്റൊന്ന്, ആന്തരികാവയവങ്ങളുടെ സാമ്പിൾ ശേഖരിച്ച് രാസപരിശോധന ആവശ്യമുണ്ടെങ്കിൽ അതും സാധാരണഗതിയിൽ അങ്ങനെ നിർദ്ദേശിക്കപ്പെടാറുണ്ട്. പൊതുവെ തന്നെ അത് ചെയ്യാറുണ്ട്. ഇത്തരം പ്രമാദമായ കേസുകളിലോ ദുരൂഹതയുള്ള കേസുകളിലോ ചെയ്യാറുണ്ട്. അപ്പോൾ ഇനിയും ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്, ഗോപൻ സ്വാമിയുടെ മൃതദേഹമാണ്. അത് ഇരുത്തിയ നിലയിലാണ് അവർ പറഞ്ഞത്. സമാധി ഇരുത്തി എന്നതാണ്. ഏതാണ്ട് ആ മൊഴി സാധൂകരിക്കുന്ന നിലയിൽ തന്നെ ഇരുത്തിയ ആ നിലയിലാണ്. മറ്റൊന്ന്, ഈ മൊഴിയിൽ അവരുടെ മൊഴി ആ ഘട്ടത്തിൽ അവർ പറഞ്ഞത് ശരിയാണെങ്കിൽ നടന്നുപോയി എന്നവർ പറയുന്നു. അപ്പോൾ നടന്നു പോകാൻ കഴിയുന്ന ഒരു ആരോഗ്യസ്ഥിതി അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ അവ്യക്തതകൾ ധാരാളം അവശേഷിക്കുന്നുണ്ട്. ഇപ്പോൾ വ്യക്തമാകുന്നത് അദ്ദേഹത്തിന്റെ മൃതദേഹം തന്നെയാണ്, ഗോപൻ സ്വാമിയുടെ മൃതദേഹം തന്നെയാണ് അകത്തുണ്ടായിരുന്നത്. ഇരുത്തിയ നിലയിലായിരുന്നു ഈ സ്ലാബിനകത്ത്, ഈ കല്ലറയ്ക്കകത്ത് ഉണ്ടായിരുന്നത്. പൂജാദ്രവ്യങ്ങളും മറ്റ് ഭസ്മവും ഒക്കെ നിറച്ചിരുന്നു എന്ന കാര്യമൊക്കെയാണ്. അത് പുറത്തേക്ക് എടുക്കുന്നു. പിന്നീട് ആ വിശദമായ പരിശോധനകൾ, അതായത് ഈ സീൻ മഹസർ വിശദമായി തയ്യാറാക്കണം. അത് പൂർത്തീകരിക്കുകയാണ്. പിന്നീട് പോസ്റ്റ്മോർട്ടം പരിശോധനയിലേക്കും പോകണം. അപ്പോൾ മാത്രമാണ് എന്താണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. ഇനിയും അവശേഷിക്കുന്ന കാര്യങ്ങളിൽ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ നിന്ന് തന്നെ കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ കേസിന്റെ സ്വഭാവം മാറുകയും അത് വിശദമായ അന്വേഷണത്തിലേക്കും മറ്റു നടപടികളിലേക്കും ഒക്കെ പോലീസിന് കടക്കേണ്ടിയും വരും എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ അത്തരം കാര്യങ്ങളിൽ വീഴ്ചകളില്ലാതെ, കാരണം ഏതെങ്കിലും നിലയ്ക്ക് ശാസ്ത്രീയ പരിശോധനകൾ സീനിൽ നിന്ന് സീൻ മാസ്റ്റർ തയ്യാറാക്കുമ്പോഴും ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വിശദമായി തയ്യാറാക്കുന്ന ഘട്ടത്തിലോ അല്ലെങ്കിൽ ചിത്രങ്ങൾ ചിത്രങ്ങൾ പകർത്തുന്നതിലും അത് സൂക്ഷിക്കുക, അല്ലെങ്കിൽ വീഡിയോഗ്രാഫി ചെയ്ത് അത് കൃത്യമായി പകർത്തി സൂക്ഷിക്കുക എന്നിവയൊക്കെ ഈ കേസിന് മുന്നോട്ട് അങ്ങോട്ടേക്ക് പിന്നീട് വിശദമായ റിപ്പോർട്ടോ അന്വേഷണമോ തുടരന്വേഷണമോ ഒക്കെ ആവശ്യമായി വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ്. അത്രയും പ്രധാനപ്പെട്ട, കാരണം സംസ്ഥാനത്ത് ഇതിനു മുൻപ് സമാന സ്വഭാവത്തിലുള്ള മറ്റു പല കല്ലറകൾ പൊളിച്ചോ കുഴിമാടങ്ങളൊക്കെ പൊളിച്ച് മൃതദേഹങ്ങൾ പുറത്തെടുത്ത് ധാരാളം പരിശോധനകൾ നടത്തി നിരവധി കുറ്റകൃത്യങ്ങളും മറ്റുമൊക്കെയുണ്ട്. പക്ഷേ ഇത് അതിൽ നിന്നെല്ലാം കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഇതിന്റെ സ്വഭാവം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വല്ലാത്തൊരു ദുരൂഹതയും വല്ലാത്തൊരു സവിശേഷതയും അപൂർവതയും ഒക്കെ ഈ കേസിനുണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് വിശദമായും പറഞ്ഞുകൊണ്ടിരിക്കുകയും കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. അത് ഈ കേസിന്റെ സ്വഭാവം തന്നെ ഇതുവരെ സാധാരണഗതിയിൽ പോലീസോ അന്വേഷണ ഉദ്യോഗസ്ഥരോ ഒക്കെ എൻകൗണ്ടർ ചെയ്യാത്ത ഒന്നാണെന്നാണ് ഇതിന്റെ പ്രത്യേകത. പലപ്പോഴും പല കുറ്റകൃത്യങ്ങളും ഉണ്ടാകാറുണ്ട്. പല അടക്കം ചെയ്തതിനു ശേഷം ആ സ്വാഭാവിക മരണമെന്ന് കരുതി അടക്കം ചെയ്ത പല മൃതദേഹങ്ങളും പിന്നീട് പുറത്തെടുത്ത് പരിശോധിച്ചപ്പോൾ കൊലപാതകമാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമാണ് ഇവിടെ. അത് സമാധിയിരുത്തൽ എന്ന വിശ്വാസത്തിന്റേതോ ആചാരത്തിന്റേതോ ആയ ഘടകങ്ങൾ ഒരു വശത്ത്, മരണമല്ല മരിച്ചതല്ല സമാധി എന്ന വാദമടക്കമുള്ള ഒരു വശത്ത്, അങ്ങനെ സങ്കീർണമായ ഒരു വിശ്വാസത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. അതൊരു വശത്ത് നിൽക്കുന്നു. പക്ഷെ അതിനും അപ്പുറത്ത് രാജ്യത്തിന്റെ നിയമപ്രകാരം എന്താണോ ഇവിടെ ഉചിതമായത് അത് തന്നെ നടപ്പാക്കേണ്ടതുണ്ട്, അത് നടക്കേണ്ടതുണ്ട്. അത് ഏറ്റവും ഒടുവിൽ കോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മറ്റുള്ളവരെല്ലാം സംഘടനകൾ, വിവിധ സംഘടനകൾ, സാമൂഹിക സമുദായ സംഘടനകളൊക്കെ അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ കേസിന്റെ സ്വഭാവം കുറച്ചുകൂടി വ്യത്യസ്തമാണ്. നേരത്തെ മക്കൾ കൊടുത്ത മൊഴി, അതായത് രാജസേനൻ എന്ന ഗോപൻ സ്വാമിയുടെ മകനാണ് ഈ ചടങ്ങുകൾ പൂർത്തീകരിച്ചതെന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെട്ടിരുന്നു. മറ്റൊരു മകനായ സനന്ദനും പറഞ്ഞത് പിതാവ് നേരത്തെ തന്നെ സമാധിയാകണം എന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ്. അദ്ദേഹം കുറെ കാലമായി ഇവിടെ ക്ഷേത്രമൊക്കെ നിർമ്മിച്ചതിന് ശേഷം അദ്ദേഹം ആത്മീയ പാതയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സമാധിയാകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഈ ദിനം തന്നെ തിരഞ്ഞെടുത്തതിനും ആചാരപരമായ കാരണമുണ്ട്. കുളികയൊക്കെ കഴിച്ചതിന് ശേഷം നടന്ന് ഈ പീഠത്തിൽ പോയിരുന്നു. പിന്നീട് രാജസേനൻ എന്ന മകൻ ഈ ഓരോ ആചാര കാര്യങ്ങൾ ചെയ്യുന്നു, ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നു. പിന്നീട് ഭസ്മവും പൂജാദ്രവ്യങ്ങളും ഒക്കെ ഇടുന്നു, കഴുത്തു മാത്രം മുകളിലേക്ക് നിർത്തുന്നു. പിന്നീട് ഈ സ്ലാബിട്ട് അടച്ച് സമാധി ഇരുത്തി എന്നതാണ് മൊഴിയിൽ പറയുന്നത്. അങ്ങനെ തന്നെയാണോ സംഭവിച്ചിട്ടുള്ളത് എന്നറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് മരണകാരണം എന്നത് വ്യക്തമാകണം. അതുകൊണ്ട് ഇപ്പോൾ അക്കാര്യത്തിൽ മുൻവിധിക്ക് പ്രസക്തിയൊന്നും ഇല്ലെങ്കിലും സർവത്ര ദുരൂഹതകളും കൗതുകങ്ങളും ഈ മൊഴിയിലെ വൈരുദ്ധ്യവും മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങളിലെ വിശ്വാസയോഗ്യമല്ലാത്ത കാര്യങ്ങളും ഒക്കെ, അതിൽ ഉയർന്ന സംശയങ്ങളും ഒക്കെ അങ്ങേയറ്റം ഈ കേസിന്റെ സങ്കീർണത വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഗോപൻ സ്വാമി നടന്നു തന്നെ പോയി ഇരുന്ന് അദ്ദേഹത്തെ മൂടി ശ്വാസം മുട്ടി അദ്ദേഹം മരിച്ചതാണോ, അതല്ല സ്വാഭാവിക മരണം സംഭവിച്ചതിന് ശേഷം സമാധിയിരുത്തിയതാണെന്ന് ഇവർ അവകാശപ്പെട്ടതാണോ, അതല്ല മറ്റെന്തെങ്കിലും ഒരു മർഡർ സാധ്യത, മറ്റേതെങ്കിലും രീതിയിൽ ഒരു മർഡർ സാധ്യത അതിലുണ്ടോ, അതിനുശേഷമാണോ ഇങ്ങനെ സംസ്കരിച്ചത്, ഇങ്ങനെ അടക്കം ചെയ്തത്, അല്ലെങ്കിൽ ഇങ്ങനെ സമാധിയിരുത്തിയത് എന്ന ചോദ്യമുണ്ട്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും യഥാർത്ഥത്തിൽ ഉത്തരം കിട്ടാൻ ബാക്കിയുണ്ട്. ഇപ്പോൾ ഉത്തരം കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മൃതദേഹമാണ് എന്ന് വ്യക്തമായി. അത് സാഹചര്യങ്ങളും അദ്ദേഹത്തിന്റെ തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട്.
നടത്താനുണ്ട്. ഇനി വേണമെങ്കിൽ DNA പരിശോധന നടത്താം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് സാഹചര്യം അനുസരിച്ച് പോലീസ് തീരുമാനിക്കും. അവിടെ അദ്ദേഹത്തെ സമാധി ഇരുത്തിയ രൂപത്തിൽ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ അവകാശപ്പെട്ട രൂപത്തിൽ തന്നെയാണ്. അതിൽ ആ കാര്യങ്ങളിൽ വ്യക്തതയുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഇനി ഉത്തരം കിട്ടാനുള്ള ഒരു ചോദ്യം, ഇത് സ്വാഭാവിക മരണമാണോ കൊലപാതകമാണോ എന്താണ് എന്നതാണ്. അത് ശാസ്ത്രീയ പരിശോധനയിലൂടെ വ്യക്തമായ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയണം. ഇതിനകം തന്നെ അത് വലിയ തോതിൽ ചർച്ചയാവുകയും നിയമപ്രശ്നത്തിലേക്ക് അടക്കം പോയതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും പോലീസ് അത്രയും കൃത്യമായി സർജന്മാരടക്കം പോലീസ് ഫോറൻസിക് ടീമിന്റെ ഭാഗമായ ആളുകളുടെയൊക്കെ നിർദ്ദേശപ്രകാരം കൃത്യമായ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ്.